വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ആക്ച്വലി കുറെ ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്. ആ, ആരാണ്? ഇത് റെക്കോർഡിംഗ് ആണോ? അതെ, സോറി, ഞാൻ പേര് പറയുന്നില്ല. എനിക്ക് വിശ്വാസിയാ? അല്ല, ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു വിശ്വാസി എന്ന് പറയാൻ പറ്റുന്ന ഒരാളൊന്നല്ല. ഓക്കെ, എക്സ് മുസ്ലിം ആണ്. അപ്പൊ അങ്ങനെയും പറയാൻ പറ്റില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്, പക്ഷെ അങ്ങനെ വിശ്വാസം മതത്തിലല്ലാന്ന് മാത്രം. പിന്നെ ഞാൻ വിളിച്ചത് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് റിപ്ലൈ വന്നില്ല. അതുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണോ വേണ്ട എനിക്ക് അറിയില്ല. ചുമ്മാ ജസ്റ്റ് രാവിലെ ഒന്ന് വിളിച്ചു നോക്കിയതാണ്, കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ വിളിച്ച കാര്യം വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു 1 വീക്ക് മുന്നേ തോന്നുന്നുണ്ട് ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി നിങ്ങളെ കുറേ വീഡിയോസ് ഞാനിപ്പോ റീസെന്റ് ഒരു മാസമായിട്ട് സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന. അപ്പം അതിനകത്തൊരു ഒരു മുക്രിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. പുള്ളി എന്തോ പഠിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ പുള്ളിക്ക് പഠിക്കാൻ പറ്റിയില്ല. ഒരു എന്താ പറയാ, മതത്തിൻ്റെതായിട്ടുള്ള ഒരു ഫോഴ്സ് വന്നപ്പോ പുള്ളി അതിലേക്ക് തിരിഞ്ഞു പോയി എന്നുള്ളൊരു പുള്ളിയുടെ ഒരു വിഷമത്തിലുള്ളൊരു അതെ 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 ആ വീഡിയോ. അപ്പൊ ഞാനത് കണ്ടപ്പം എനിക്ക് എന്റെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം അതെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്റെ വീട്ടില് ജോലിക്ക് വന്നിരുന്ന ഒരു മെയ്ഡുണ്ട്. അപ്പം ഈ മെയ്ഡിന്റെ മകൻ ആക്ച്വലി ആ പയ്യൻ +2 വരെ പഠിച്ചിട്ട് +2 അത്യാവശ്യം മാർക്കൊക്കെ ഉള്ള ഒരു പയ്യനായിരുന്നു. അപ്പൊ അവര് കുറച്ച് പള്ളിയൊക്കെ ആയിട്ട് കുറച്ച് ബന്ധപ്പെട്ട് വെച്ചാല് അവര് എന്താ പറയാ, ഈ മദ്രസയിലെ പഠിപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ പയ്യന് അത് എനിക്ക് തോന്നുന്നത് ഈ NCCയോ അതോ ഞാൻ അങ്ങനെ സ്കൂളിൽ വന്നിട്ടുള്ള എന്തോ ഒരു സംഭവം, എനിക്ക് എക്സാക്ട്ലി അതിന്റെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഒരു 3-4 വർഷം മുന്നേ നടന്നൊരു സംഭവമാണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അവന് നേവിയിൽ പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. അതെന്തോ ഒരു എൻട്രൻസ് എന്തോ സംഭവം നടന്നു, എനിക്കറിയില്ല എന്റെ എക്സാക്ട്ലി എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സംഭവം കിട്ടി. അപ്പോ അതിനകത്ത് ആക്ച്വലി സെലക്ഷൻ കിട്ടിയ ഒരു സിറ്റുവേഷൻ. അതിനകത്ത് തുടർ പഠിക്കാനുള്ള സാധനം നേവി സ്കൂളിൽ പഠിക്കാം എന്നുള്ളൊരു ഇത് കിട്ടിയതായിരുന്നു. അപ്പൊ എനിക്കതിന്റെ പ്രോസസ്സ് അറിയില്ല കേട്ടോ. ഇപ്പോഴും എനിക്കതിന്റെ കറക്റ്റ് പ്രോസസ്സ് അറിയില്ല. പക്ഷെ ഇവരെന്റെ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നത്. അത് ഈ NDA എക്സാം എന്നൊക്കെ പറയുന്ന പോലെ ചില പരീക്ഷകളുണ്ട്. NDA, അതുപോലെ നേവൽ അക്കാഡമി. അതെ 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 നേവൽ അക്കാഡമി പഠിക്കാനാണ് അവർക്ക് ഇത് കിട്ടിയത്. അപ്പോ എന്റെ അടുത്ത് വന്നിങ്ങനെ ചോദിച്ച്, മോനെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് വിട്. നിങ്ങളിപ്പോ ഈ കഷ്ടപ്പെടുന്നൊക്കെ തീരും. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ആ പയ്യൻ അവിടെ പോയി പഠിച്ച് അവന് നേവിയിലൊരു, കാരണം ഞാനിപ്പം കേരള ഫുള്ള് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. കേരള മാത്രമല്ല, ഞാൻ ഇന്ത്യക്ക് പുറത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഈ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് അറിയാലോ. ഒരാളുടെ ജീവിതം മാറുമ്പോ എത്രത്തോളം അവരുടെ ഫാമിലി എത്രത്തോളം അതിൽ രക്ഷപ്പെട്ടു പോകുന്ന നമുക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് വിട്, എന്തായാലും പോയി ചേരട്ടെ. അവന് പോയിട്ട് എന്താ പറയാ, അതിനകത്ത് പഠിച്ച് അതിനകത്ത് നല്ലൊരു ജോലി കിട്ടുക, നല്ലൊരു പൊസിഷനിൽ നിങ്ങളെ എല്ലാ കഷ്ടപ്പാടും മാറും. അവരത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവര്. ഈ പയ്യനും പയ്യനൊരു പെങ്ങളും ഉണ്ട്. ഈ 2 മക്കളാണ് ആ സ്ത്രീക്കുള്ളത്. ഭർത്താവ് ഉള്ളത് ഭയങ്കര മോശം രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഫാമിലി നോക്കാത്ത ഒരാളാണ്, തീരെ നോക്കാത്ത ഒരാളാണ്. ഇവര് ഈ വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടാണ് ഈ കുടുംബം ജീവിച്ചു പോകുന്നത്. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പയ്യൻ ഈ സ്കൂൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇവന് എനിക്ക് തോന്നുന്നു മതപഠനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പള്ളിയിൽ ഈ ഒരു എന്താ പറയാ, ഒരുതരം അതിന്റെ എക്സാക്ട്ലി എനിക്ക് അറിയില്ല, നമ്മൾ ഈ പണ്ടൊക്കെ ഈ ദഫ് മുട്ടി പാടുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ.
അപ്പൊ അവര് ഈ അന്ന് നമ്മുടെ നാട്ടില് ചില ചില കല്യാണങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില വിശേഷ ദിവസങ്ങളൊക്കെ ഉം. ഈ പള്ളിയുടെ ആയിട്ടുള്ള നമ്മൾ ഈ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ ഒരു ബാൻഡ് ഉണ്ടാവുമല്ലോ, ഉം. പള്ളി ബാൻഡ് എന്ന് പറഞ്ഞ പോലെ ഉം. ഇവിടെ ഇതുപോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഉം. ഇതിങ്ങനെ മുട്ടിയിട്ട് മതപരമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ പയ്യ അത്യാവശ്യം നന്നായിട്ട് പാടും ചെയ്യും. ഉം. ഉം. അപ്പോ ഇവന് ഈ കാര്യം ഇവന്റെ ഈ പള്ളിയിൽ നമ്മളെ ഉസ്താദിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഈ ഉസ്താദാണ് ഈ സംഭവത്തിന്റെ വലിയ ആള്. ഉം. ഉം. ഈ സംഭവം ഇങ്ങനെ നേവിയിൽ ഇങ്ങനെ പഠിക്കാനുള്ള അവസരം കിട്ടിയെന്ന് പറഞ്ഞപ്പോ അയാൾ എതിർത്തു. ഓ. അയാള് ഇതൊന്നും ഞാനൊന്നും ഇതൊന്നും അറിയുന്നില്ല. എന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ധൈര്യമായിട്ട് വിട്ടോളം പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ ജോലിക്ക് പോയി. പിന്നെ ഒരു പിറ്റത്തെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അതായത് ഉസ്താദിന്റെ അടുത്ത് സംസാരിച്ചത് ഉസ്താദ് പറഞ്ഞു അത് പോണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉം. എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പള്ളിയിൽ ഇതിന് വേണം, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വളരണം, ഉം. അതല്ല ജീവിതം, ഇതാണ് ജീവിതം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉം. ഈ പയ്യന് പോകേണ്ട ദിവസം കൺഫർമേഷൻ കൊടുക്കേണ്ട ടൈം ചെക്കന് പോകാൻ പറ്റിയില്ല. ഓ. അതിന് പിന്തിരിഞ്ഞ് അത് ശരി. ആ എന്നിട്ട് ഞാൻ അവിടെ ഈ സംഭവം വന്നു പറഞ്ഞപ്പോ ഞാൻ അവരെ പറ്റുന്ന പോലെ ഞാൻ ചീത്ത പറഞ്ഞു. ഉം. ഉം. ആ എനിക്കൊരിക്കലും പള്ളി പോയിട്ട് അവരെ പോയി മറ്റേ ഉസ്താദിനെ പോയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്റെ കുടുംബം കുറച്ച് അങ്ങനെ ഒരു ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഉം. ഉം. പക്ഷെ അവരോട് ഞാൻ മാക്സിമം പറഞ്ഞു, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലേ, അവനവന്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തീർന്ന് മുന്നോട്ട് മര്യാദയ്ക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന കാര്യമല്ലേ. ഉം. ആ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനം, പള്ളിയിൽ പോയിട്ട് മുട്ടി പാടിയിട്ട് എന്ത് കിട്ടാനാ? ഉം. നല്ലൊരു ജോലി ഞാൻ നേവിയിലോ ഒരു നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ ജീവിതം എത്രത്തോളം മാറും നിങ്ങൾക്ക് അറിയില്ലേ, ഉം. നിങ്ങൾ ചിന്തിക്കാത്തതുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അങ്ങനെയല്ലാതെ ഉസ്താദ് പറഞ്ഞപ്പോ എങ്ങനെയാ വേണ്ടാന്ന് വെക്കുക എന്നുള്ള രീതിയിലൊക്കെ ഉം. ദീൻ പഠിച്ച സംസാരിച്ചു. ആളാണല്ലോ. അതെ അതെ ഇൽമുള്ള ആള് പറഞ്ഞ കേക്കണ്ടേ. അതെ ഉം. എനിക്ക് സത്യം ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ എന്റെ ഉമ്മാടും എല്ലാവരോടും പറഞ്ഞു മേലില് ഇങ്ങനത്തെ ഈ പള്ളിയുടെ കാര്യത്തില് പള്ളിക്ക് അത് ഉസ്താദിന് ഇത് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറയാൻ നിൽക്കരുത്. ഉം. കാരണം ഒരാളുടെ ജീവിതമാണ് ഇല്ലാണ്ടാക്കിയത്. ഉം. ഇനി ആ പയ്യന് അങ്ങനെ അവസരം കിട്ടില്ല. അതെ. അല്ലെ, അത് മാത്രമല്ല ഇപ്പൊ ആ പയ്യനൊരു മുസ്ലിമാണ്. നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇല്ലാണ്ടാക്കിയത്. അതെ നേവിയിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കുറയുമ്പോ അതിന്റെ പഴി ആർക്കാ പോവാ? തീർച്ചയായും നേവിയിൽ നിന്ന് മാത്രമല്ല പൊതുവെ മിലിറ്ററിയിൽ തന്നെ കുറവല്ലേ. അതെ. അത് ഞാൻ സന്ദർഭികമായിട്ട് അതിന്റെ ഇടയിൽ പറയാണ്, ഈ ഡിസ്പാരിറ്റി ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് പറയുന്നൊരു വാദമുണ്ട്. ഉണ്ട്. ഓക്കെ, അതായത് ആളുകളുടെ എണ്ണം കുറയുന്നു അല്ലെങ്കിൽ അവരുടെ തോത് കുറഞ്ഞു നിൽക്കുന്നു. അതെപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് ആളുകൾ പറയാൻ ശ്രമിക്കുക. ഈ വോക്കുകളുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു വഴിയാണത്. അതെ അതെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഹിന്ദുക്കൾ എന്തോ ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വെക്കുക. അതെ ബ്രാഹ്മണിക്കൽ കിടുമണിയാണെന്നാണ് പറഞ്ഞു വെക്കുക. അതെ ഇത് ഈ കുറഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവർക്ക് അതിനകത്തൊരു താല്പര്യം വേണ്ടേ? അതെ അപ്പോ ഡിസ്പാരിറ്റി എപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആവണമെന്നില്ല, ഇല്ല എന്ന് തന്നെയാണ് പറയാ. അതെ അതെ അത് വിതിൻ ദ കമ്മ്യൂണിറ്റി ഉള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, ഇതുപോലുള്ള കുറെ ഫാക്ടേഴ്സ്. അതെ അതുകൊണ്ടാണ് സത്യത്തിൽ പലപ്പോഴും ഇത് കുറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന എക്സാം, ഈ NDA എക്സാം എഴുതാൻ പോയ ആളാണ്. എനിക്കിത് കിട്ടിയിട്ടില്ല. പക്ഷെ സൈന്യത്തില് ചേരുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഫാമിലിയിലൊക്കെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. അത് പോകരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതില് മുസ്ലിങ്ങൾക്ക് സൈന്യത്തിൽ പോകല് തെറ്റാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഓ ശരി. അത് അത്രയും അറിയില്ല, അത്ര ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല. അതായത് കാഫിറിന്റെ സൈന്യം അതില് ജോയിൻ ചെയ്യല് മുസ്ലിമിന് ഹറാമാണ്. ഇന്ത്യൻ സൈന്യത്തിൽ ചേരരുത്, അത് ഹറാമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മത അധ്യാപകരൂടെ ഉണ്ട്. അസ്കർ അലി ഹുദവി അത് പറഞ്ഞത് ഓർക്കുന്നില്ലേ, അവൻ പഠിച്ച സ്ഥലത്ത് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി അത്ര മതം അത്ര ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ അത്ര പഠിച്ചിട്ടില്ല, ഞാൻ മതം അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുമല്ല. അല്ല, ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെന്ന് പറയായിരുന്നു പറഞ്ഞു വന്നപ്പോ. അപ്പൊ അതുപോലെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞൊരു 2-3 മാസം മുന്നേ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോ ഞാൻ ഉമ്മാടിങ്ങനെ പറഞ്ഞു, ആ പയ്യൻ അവനെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ. അപ്പോ അവൻ സത്യം പറഞ്ഞാൽ അവന് ഡിഗ്രി പോലും അവൻ ഫിനിഷ് ചെയ്തില്ല. അവിടുന്ന് അവന്റെ ജീവിതം തിരിഞ്ഞുപോയി. ഇപ്പൊ അവൻ ഏതോ ഒരു കോറിയിൽ അങ്ങനെ എന്തോ കണക്ക് എഴുതാൻ നിൽക്കുന്നുണ്ട്. കോറിയിലോ ഏതോ കടയിലോ അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താന്നുള്ളത്.
ശരി. ആ, NDA എക്സാം ഒക്കെ ഇതേപോലെ നേവൽ അക്കാഡമി പരീക്ഷയിലൊക്കെ പാസ്സാവാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, പരീക്ഷ പാസ്സായി എന്നാണോ പറഞ്ഞത്? പരീക്ഷ പാസ്സായിട്ട് അവന് പോകേണ്ട ദിവസം ഉണ്ടായിരുന്നേ. അവന് ഇന്ന് അവിടെ പോയി ജോയിൻ ചെയ്യേണ്ട ടൈം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചൊരു കാപ്പബിലിറ്റി ഉള്ള ആളുകൾക്കേ അതൊക്കെ കിട്ടുള്ളൂ. അതെ, എൻട്രൻസ് ഒക്കെ എഴുതുന്ന മാതിരി തന്നെയാണ് അത്. അത് ഈ എളുപ്പമല്ല. ഈ സ്ത്രീ പറയുകയും ചെയ്യാറുണ്ട്. അതായത് ആ പയ്യനും നന്നായി പഠിക്കും, ഉം, ഉം. അവരെ പെൺകുച്ചും നന്നായി പഠിക്കും. ഇപ്പൊ അത് ശരി. ഞാനിപ്പോ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ പയ്യന്റെ കാര്യം നിങ്ങൾ അങ്ങനെ ആക്കി, ഞാൻ പെണ്ണിനെങ്കിലും മര്യാദക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ അവരും പറഞ്ഞു കേൾക്കാതെ ആ പെണ്ണ് മര്യാദക്ക് പഠിക്കുന്നത് പഠിച്ചിട്ട് എന്തെങ്കിലും ആക്കാൻ പറ്റുമെങ്കിൽ ആക്കിയോ. ആ പയ്യന്റെ ഡിഗ്രി എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും നല്ല ജോലിക്കയിലും കൂടി ഞാൻ അതൊക്കെ പൊട്ടെ എന്ന് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരൊക്കെ ഇതൊക്കെ വെച്ചാല് ഞാൻ പറയുമ്പോൾ ഇവരൊക്കെ ഭയങ്കര എന്താ എന്താ പറയാ ഓർത്തഡോക്സിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ഇവർക്ക് ഉണ്ടാക്കി വെച്ച ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ മാത്രമേ ജീവിക്കുള്ളൂ. നമ്മളെന്ത് പുറം ലോകം കാണുന്ന ആൾക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള ആ ഒരു ചെറിയ ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരെന്ത് പറഞ്ഞിട്ടും ആൾക്കാർ ഈ പറഞ്ഞ മറ്റേ പണ്ഡിതന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് ഇത് ചെയ്യാൻ പറ്റും. അല്ല, അതിപ്പോ നമ്മള് പറയാറുണ്ട്. ഇപ്പോ ഞാനിങ്ങനെ ഈ മതം ഇതിങ്ങനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെ, അപ്പോ നമ്മളെ ഫാമിലിയില് വാപ്പ ഉമ്മ ഇവരൊക്കെ പറയുന്നു. വാപ്പ പറയാറില്ല, ഉമ്മ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കെ വലിയ ഫീസൊന്നും കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ട് പോലും കഷ്ടപ്പെട്ട് നിന്നെ ഞങ്ങള് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചത്, വലിയ CBSE സ്കൂളിൽ വിട്ടത് ബദ്ധമായി എന്നിപ്പോ തോന്നുന്നു എന്നാണ് അവര് പറഞ്ഞത്. മനസ്സിലായി. എന്ന് വെച്ചാ നമ്മളൊരു മദ്രസ ജീവിയായി ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് ഹാപ്പി ആണ്. അതെ, അല്ല ആ കാര്യത്തിൽ എനിക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായത് വെച്ചാല് ഞാനൊരു എനിക്ക് തോന്നുന്നത് എന്റെ 3ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ മദ്രസ പോയി പഠിച്ചിട്ടുള്ളൂ. അപ്പം അത് ആ സമയത്ത് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അസുഖം വന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് മദ്രസയിൽ എത്താൻ പറ്റാത്തൊരു പ്രശ്നം വന്നു. അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ ശരീരം അത്ര ഓക്കെ ആയിരിക്കും. അങ്ങനത്തെ പ്രത്യേകിച്ച് ആ ചെറിയ ഏജ് അല്ലേ. അപ്പൊ അതിന്റെ പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു ഉസ്താദ് അത്യാവശ്യം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അത് എന്റെ ഉപ്പ എന്താ പറയാ, ഏതാ ഉപദേശിച്ചത്? ഉപദേശമല്ല, ഉപദ്രവം. അടി. അത് ശരി. നല്ല അടിയാ. ഒരു ദിവസം എന്റെ കാലിന്റെ മുകളിൽ എവിടെ എനിക്ക് എന്തോ മറ്റേ അടി കൊണ്ടിട്ട് പാട് കണ്ട്. അന്ന് ഉപ്പ പറഞ്ഞു ഇനി മേലില് അങ്ങോട്ട് പറഞ്ഞേക്കണ്ട പറഞ്ഞു. എന്റെ ഉപ്പ പറഞ്ഞു കഴിഞ്ഞാല് ആള് എന്റെ ഒരു ആ രീതിയിൽ തന്നെയാണ് പുള്ളി. ആള് അത്ര ഭയങ്കര മതവിശ്വാസം ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ പഠിച്ചു വെച്ചാൽ പിന്നെ ഞാൻ ശരിക്കും 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. ഞാൻ വേറെ വീട്ടിലിരുന്ന് പഠിച്ചു. പിന്നെ ഞാൻ എന്താ പറയാ നമ്മളെ നോർമൽ സ്കൂളിങ് അങ്ങനത്തെ രീതിയിലേക്ക് അങ്ങ് പോയി എന്നല്ലാതെ പിന്നെ വീണ്ടും മതപഠനത്തിലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാനിപ്പോഴും പറയുന്ന വെച്ചാല് ഞാന് മതം അങ്ങനെ തലകയറ്റി നടക്കുന്നില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് എനിക്ക് എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു ശക്തി അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. നിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ല, എനിക്ക് അങ്ങനെ ഒരു ചട്ടക്കൂടിൽ നിൽക്കണം എനിക്ക് തോന്നിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തൗഹീദ് ഉൾക്കൊള്ളാനായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിരീശ്വരവാദിയാകാൻ കഴിയാത്തത്. ആയിരിക്കാം. അല്ല അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നിരീശ്വരവാദി ആവാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ എന്റെ ചിന്താഗതി വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് നിരീശ്വരവാദത്തിലേക്ക് പോവായിരുന്നു. പക്ഷെ എന്തോ ജീവിതത്തിൽ ഉണ്ടായ ചില കാര്യങ്ങളിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നം ഒരുപക്ഷെ എന്റെ ജീവിതം തന്നെ മൊത്തത്തിൽ എന്താ പറയാ വലിയൊരു കുഴിയിലേക്ക് വീണു പോകാവുന്ന പ്രശ്നങ്ങളിലേക്ക് പോലും എന്തോ ഒരു അതിന് പുറകിലുണ്ടായ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആ വലിയ പ്രശ്നത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ളത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാല് നമുക്ക് എന്തോ രക്ഷപ്പെടാനുള്ളൊരു വഴി ആദ്യമേ ഒരാൾ ഒരുക്കി വെക്കുന്ന പോലെ അത് അപ്പൊ എവിടെ ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ഉണ്ട്. എന്നെ ബാക്ക് ചെയ്യുന്ന ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആരാ നിനക്കറിയില്ല, ഒരു പ്രശ്നമുണ്ട്. അല്ല,
അതെ. അല്ല, എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അല്ലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആ ബുദ്ധിമുട്ടിന് അയ്യോ ഇതിനിപ്പോ എനിക്ക് ഇങ്ങനെ സംഭവം വന്നല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അസുഖം വന്നു. ആ അസുഖം വന്ന് അയ്യോ എനിക്ക് ഇങ്ങനെ അസുഖം വന്നല്ലോ. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് ചിലപ്പോൾ പിന്നീട് വരുന്ന ഒരു പ്രശ്നം വലിയൊരു പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പക്ഷേ ഈ അസുഖം കാരണമായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കണത്, ആ ആ ഇതിപ്പോ നിങ്ങൾക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ ഒരു സപ്പോർട്ട്? അങ്ങനെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടില്ല. അല്ല, അതും കൂടി ആലോചിക്കണ്ടേ? അല്ല, നിങ്ങളെ മാത്രം എന്തിന് അങ്ങനെ ഒരു ശക്തി സഹായിക്കണം? ഇപ്പൊ ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടു. പുറത്ത ഒരു നവദമ്പതികള് സഞ്ചരിച്ച കാറ് 4 പേര്, അവര് ആക്സിഡന്റിൽ 4 പേര് മരിച്ചു. ഓക്കെ, ആ 4 പേരുണ്ടായി. ഒരാളെ രക്ഷിച്ചതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 4 പേര് ഒരുമിച്ച് കൊല്ലണം എന്തിനായിരിക്കും? ഒരു സെക്കൻഡ്. അലക്സ സ്റ്റോപ്പ്. എന്തിനായിരിക്കും? അരിപ്പോയി ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചിന്തിക്കാറില്ല സീരിയസ്ലി. ഞാൻ പൊതുവെ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ കൂടുതൽ ചിന്തിക്കാത്ത ഒരാളാണെന്ന് പറയാം. നിങ്ങളൊരു സ്വാർത്ഥനാണ്. അപ്പൊ നിങ്ങളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ശക്തി ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. അത് ചിലപ്പോ ഉണ്ടാവാൻ അത് എന്തോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഞാൻ തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് എന്റെ മൈൻഡിൽ വന്നിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. നിങ്ങളത് ആലോചിച്ചു. ഞാൻ ചോദിക്കണ ഇത്രയേ ഉള്ളൂ. ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാരുള്ളതിൽ നിങ്ങളെ മാത്രം എന്തിനു സപ്പോർട്ട് ചെയ്യണം? എന്തിന് ഹെൽപ്പ് ചെയ്യണം? അങ്ങനെ ഞാൻ എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും ഉണ്ടായിരിക്കാം. എല്ലാവരുടെ ലൈഫിലും ചിലപ്പോ അങ്ങനെ ചിന്തിക്കാൻ, ചിലപ്പോ അങ്ങനെ ചിന്തിക്കാതിരിക്കാം. ഞാനത് ഒബ്സർവ് ചെയ്തോണ്ട് ഞാനത് പറഞ്ഞു മാത്രം. അപ്പോ ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ചില ആളുകളെ രക്ഷിക്കാതിരിക്കും എന്നും കൂടി ഉണ്ടോ? അപ്പൊ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം അത്രയും എന്താ പറയാ വലിയൊരു ചിന്ത എന്റെ തലയിൽ കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. റീസെന്റ് ഇപ്പൊ ഞാൻ പറയാലോ, ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ സംഭവം എന്താ വെച്ചാൽ, എന്റെ സെയിം ഏജിൽ എന്റെ കൂടെ എന്റെ ബെഞ്ചിലിരുന്ന് പഠിച്ച് എന്റെ കൂടെ ഡിഗ്രി പഠിച്ച് ഒരു പയ്യൻ പെട്ടെന്ന് ഒരു ദിവസം അവൻ ഗൾഫിലുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് ഒരു ദിവസം മരിച്ചു. അവൻ ആരും അറിഞ്ഞിട്ടില്ല. അവന്റെ റൂമിൽ ഒറ്റക്കായിരുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ച് കിട്ടാതിരുന്ന് 2 ദിവസം വിളിച്ച് ഫോൺ എടുക്കായിരുന്നപ്പോ ബന്ധുക്കൾ ആരോ വന്നിട്ട് റൂമിൽ നോക്കിയപ്പോ അവൻ മരിച്ചു കിടക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അവന് 2 ചെറിയ പിള്ളേരുണ്ടേ. അതിന്റെ സംഭവം ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ വരുന്ന ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ അതിനകത്ത് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അത് വേറെ കാര്യം. അല്ല, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ഒരു പേഴ്സണൽ ഒരു സംഗതി. എനിക്കൊരു ഹാർട്ടിനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇത് ഞാൻ മനസ്സിലാക്കണ എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഞാൻ അധികം വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷെ ഈ ഒരു പ്രായത്തില് നമുക്ക് ഒരു നെഞ്ചുവേദന വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇനി ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇതിന്റെ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോ ഒരു സാധാരണ അവിടെയുള്ള ഒരു നഴ്സ് ആയാലും അല്ലെങ്കിൽ അവിടെയുള്ള ഡോക്ടർ ആയാലും നമ്മളോട് പറയാൻ സാധ്യതയുള്ള സംഗതികൾ എന്താണ്? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾ ശരിക്കും ഭക്ഷണം എന്തെങ്കിലും പ്രശ്നമുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് പുകവലി ഉണ്ടാവും. നിങ്ങൾക്ക് മദ്യപാനം ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ പല പല കാരണങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്നോട് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുന്നേ എന്നോട് ഡോക്ടർ പറഞ്ഞു, അവിടെയുള്ള സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നത്, കൃത്യമായിട്ട് ഇതൊക്കെ നോക്കി കണ്ണിൽ കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ 70 കിലോന്റെ താഴെ ഭാരമുള്ളൂ. ഓക്കെ, കഷ്ടിച്ച് 70 കിലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ. മാത്രമല്ല എന്റെ പ്രൊഫഷൻ വെച്ചിട്ട് അന്ന് നമ്മൾ ഈ ഹോമിയോപ്പതി കഴിഞ്ഞ് അത് ചെയ്യുന്നില്ലെങ്കിലും ഈ ന്യൂട്രീഷൻ ആണ് നമ്മളുടെ ഏരിയ, ഡയറ്ററ്റിക്സ്. അപ്പൊ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഓ, അത് ശരി. അപ്പൊ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ നെഞ്ചുവേദന വന്നത് ഞാൻ പുഷപ്പ് എടുത്തിട്ട് ഇരിക്കുമ്പോഴാണ്. ഓക്കെ, അത് 100 പുഷപ്പ് എടുത്തിട്ട് ഇരിക്കുമ്പോഴാണ് നെഞ്ചുവേദന വരുന്നത്. ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ എടുക്കാം. അന്നത്തെ ഒരു ക്രൈസ് ആയിരുന്നു അതൊക്കെ. പിന്നെ പുകവലി ഉണ്ടോ? പുകവലി ഇല്ല. മദ്യപാനം ഉണ്ടോ? മദ്യപാനം ഇല്ല.
ഉറക്കമുണ്ടോ? നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ്, അതും ചിലപ്പോ അന്നൊന്നും വേറെ കോവിഡിന്റെ സമയം കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 8 മണി 9 മണി വരെയൊക്കെയാണ് ചിലപ്പോ കിടന്നുറങ്ങുക. അങ്ങനെ ഉറക്കത്തിനും ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ പിന്നിൽ നമുക്കറിയണ്ടേ? അപ്പൊ അടുത്തത് ആൻജിയോഗ്രാം ചെയ്യുന്നു. അപ്പൊ ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി, ഇതാണ് അതിനകത്ത് രണ്ടും കൂടി ആലോചിച്ച് അപ്പൊ അതിനുള്ള കോസ്റ്റ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നമ്മളവിടെ ഡയഗ്നോസ്റ്റിക് പർപ്പസിൽ അത് ചെയ്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവുന്ന എന്താണ്, അവിടെ സാധാരണ ആളുകൾ എക്സ്പെക്ട് ചെയ്തൊരു സംഭവമേ അല്ല അതിനകത്ത്. രക്തക്കുഴൽ ചുരുങ്ങിയതല്ല പ്രശ്നം, രക്തക്കുഴൽ വികസിച്ചതാണ് പ്രശ്നം. വികസിച്ചപ്പോ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ടുള്ള പ്രശ്നം, ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലാണല്ലോ, അതായത് സ്ലോ ബ്ലഡ് ഫ്ലോ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് കൊറോണറി ആർട്ടറി എക്ടേഷ്യ എന്ന് പറയും. അപ്പൊ കൊറോണറി ആർട്ടറിയുടെ വലിപ്പം കൂടുകയാണ്. അപ്പൊ വലിപ്പം കൂടുമ്പോ അതിന്റെ പെർഫ്യൂഷൻ കുറയും, പ്രഷർ കുറഞ്ഞിട്ട്. അപ്പൊ ഹാർട്ടിന് ബ്ലഡ് ആവശ്യത്തിൽ കിട്ടില്ല നമ്മള് പെട്ടെന്ന് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇത് എവിടുന്ന ഈ അസുഖം എവിടുന്ന വരുന്നത്? ഇതൊരു സ്ട്രക്ചറൽ പ്രശ്നമാണ്. ഈ പ്രശ്നം വരുന്നത് ഒരു പണ്ടുണ്ടായ ഒരു അസുഖത്തിന്റെ ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഏതോ ഒരു ഇൻഫെക്ഷൻ വന്നു, ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അതിന്റെ സീക്വലാണെന്നാണ് പറയുന്നത്. ഓക്കെ, കവാസാക്കി ഡിസീസ് എന്ന് പറയും. അപ്പൊ അതൊരു ആർട്ടറൈറ്റിസ് മോഡൽ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ആർട്ടറൈറ്റിസ് എന്ന് നമ്മൾ പറയും. ആർട്ടറിയുടെ വാൾസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടെത്തി. ഇപ്പൊ പിന്നെ അന്ന് ആൻജിയോഗ്രാം മാത്രം ചെയ്തു, പ്ലാസ്റ്റി ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. 2.5-3 ലക്ഷം രൂപ പറഞ്ഞു കൊടുത്ത് 50,000 രൂപയുടെ താഴെ ചികിത്സ പ്രൊസീജിയറിന് ചെലവായുള്ളൂ. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, മെഡിസിൻ കഴിച്ചാൽ മതി. അതായത് ഈ ക്ലോട്ട് ഉണ്ടാവാതെ നോക്കുക, എത്രയേ ഉള്ളൂ. ഇത്രയേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ വേറെ ഒന്നുമില്ല. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സമാധാനമായിട്ട് സാധാരണ ജീവിതം നയിച്ചു പോകുന്നു. നമ്മൾ ആവശ്യത്തിന് മരുന്ന് കഴിക്കുന്നു, അതാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് പറയണത് എന്തിനാ വെച്ചാല്, അന്ന് ഞാൻ തട്ടിപ്പോയിരുന്നു വിചാരിക്കാം, എന്തായിരിക്കും നാട്ടുകാർ പറയാ? അവൻ മറ്റേ എന്താ പറയാ, കള്ളും കുടിച്ച്. ഇപ്പൊ ഞാൻ ഇത്രയും എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിനകത്ത് പങ്കില്ല. കുട്ടിക്കാലത്ത് വന്ന അസുഖമാണ്. അപ്പൊ കുട്ടിക്കാലത്ത് വന്ന അസുഖത്തിൽ എനിക്ക് എന്താ പങ്ക്? ഞാൻ വല്ല തണ്ടിത്തരം ചെയ്തിട്ടാണ് കുട്ടിക്കാലത്ത് എനിക്ക് അസുഖം വന്നത്? അല്ലല്ലോ. അപ്പൊ മനുഷ്യനായി കഴിയുമ്പോ അസുഖങ്ങൾ വരും. ഈ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ ജലദോഷം ഒരു ജലദോഷപ്പനിയല്ലേ, വന്നു പോയിക്കോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അത് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്, ഈ പ്രത്യേകിച്ച് ഹോമിയോ ഡോക്ടർമാർ, ആയുർവേദക്കാരൊക്കെ പറയുന്നത്. വൈറൽ ഡിസീസസ് ഒന്നും അത്ര നല്ലതല്ല, അത് വരാതിരിക്കുന്നതാണ്. കാരണം ഈ നമ്മളുടെ ബോഡിയിൽ അസുഖം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഉണ്ടാക്കും. ഈ കോംപ്ലക്സസ് ശരീരത്തിൽ അൺവാണ്ടഡ് ഇഫക്ട്സ് ഉണ്ടാക്കും പലതും. അങ്ങനെ വരുമ്പോ അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. റുമാറ്റിക് ഇപ്പോ ഹാർട്ടിനെ ബാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ചിക്കുൻഗുനിയ വരുമ്പോ ജോയിന്റിനെ ബാധിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ തരത്തിലുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മള് ഇപ്പൊ സാധാരണ ജലദോഷപ്പനിയാണെങ്കിൽ നമ്മൾ പറയാ, ഒരു ഫ്ലൂ വാക്സിൻ എടുക്കുക, നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ എടുത്താൽ മതി, ഈ ഫ്ലൂ ഉണ്ടാവാതിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉള്ളൂ. കാരണം നമ്മൾ അറിയാത്ത പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇതുപോലെ ഒരു പ്രശ്നം വന്ന് ഇത് ഡയഗ്നോസ്റ്റിക് പ്രോസസ്സിലൂടെ നമുക്ക് പോകാൻ സാധിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ മനസ്സിലായി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇപ്പോഴാണ് എനിക്ക് സംഭവിച്ചെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു അസുഖം. കാക്കാമാരെന്താ പറയാ, അവൻ പടച്ചോനെ ധിക്കരിച്ചാണെന്ന്, അവന് പ്രശ്നം. അല്ല, അതിനൊക്കെ വലുത് വരും. കാരണം മറ്റേ മതം വിട്ട് കള്ളടിച്ച് തൂത്താനായിരുന്നു അവസാനം അറ്റാക്ക്. അതല്ലേ പറയാ. അപ്പോഴും ഈ അസുഖത്തിന്റെ കാരണം കുട്ടിക്കാലത്തുണ്ടായ പ്രശ്നമാണ്. കുട്ടിക്കാലത്ത് ഞാൻ വിശ്വാസിയാണ്, വീട്ടുകാരായിട്ട് അടി ഉണ്ടാക്കി നടക്കുന്ന സമയമാണ്. ഞാൻ കുനൂത്ത് ചെല്ലില്ല, ഞാൻ മൗലൂദ് ചെല്ലില്ല എന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കി നടക്കുന്ന പ്രായമാണ് അന്ന് എനിക്കുണ്ടായ അസുഖം. അപ്പൊ അള്ളാഹുവിന് വേണ്ടി പടവെട്ടി നടക്കുന്ന സമയത്ത് അള്ളാഹു എനിക്ക് പണി തരാണ്, മനസ്സിലായ? അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഗതി വരുമ്പോ ഇത് പരീക്ഷണം നിരീക്ഷണം എന്നൊക്കെ പറയും ആൾക്കാര്. ഇങ്ങനെയാണ് ആളുകൾ സാധാരണ പിടിച്ചത്. നിങ്ങൾ എത്ര അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ചില പരീക്ഷണങ്ങൾ തരുന്നു പറയും. ഈ പരീക്ഷണം എന്ന് പറയുന്ന വാദം പൊളിഞ്ഞത് എപ്പോഴാണ്? കോവിഡ് വന്നപ്പോഴാണ്. അതായത് കോവിഡ് തുടങ്ങിയത് ചൈനയില്.
ചൈനയിൽ കോവിഡ് വന്നപ്പോ അവിടെ ചൈനയിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോ ആദ്യം ഇവിടുത്തെ ഉസ്താദുമാരുടെ പ്രസംഗം എന്തായിരുന്നു? ഉം. അത് ഉയ്ഗൂർ മുസ്ലിങ്ങളെ ചൈന പെർസിക്യൂട്ട് ചെയ്യുന്നു, ആ yes, yes, yes. ആ ആ ആ അതിന് അള്ളാഹു കൊടുത്ത ശിക്ഷയാണെന്നാണ് പറഞ്ഞത്. ആ, അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ? എവിടെയോ. ആ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു കോവിഡ് ചൈനയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് മക്കയിലെത്തി. ഉം, ഉം, മക്ക പൂട്ടി, ഉം. ഹജ്ജ് മുടങ്ങി. അതെ. അപ്പൊ എന്തായി? അതും പരീക്ഷണമായിട്ട് മാറി. അതിനിടയ്ക്ക് വേറെ സാധനം കേട്ടു, ഇതൊക്കെ പറ്റുന്ന ലോകാവസാനത്തിന്റെ ആ അതെ, അടയാളങ്ങളാന്നുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാ പറഞ്ഞത്. അപ്പൊ ഇത് തുടങ്ങിയപ്പോ ഇത് ശിക്ഷയായിരുന്നു, അതെ അവസാനിക്കുന്ന സമയത്ത് ഇത് പരീക്ഷണമാണ്. അതെ അപ്പൊ ഒറ്റ കാര്യം ആലോചിക്കണ്ടുള്ളൂ, ഈ കോവിഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ചറിവുണ്ടാവില്ലായിരുന്നു. അതെ അതെ അതെ. ഇനി ഇതെല്ലാം ഉണ്ടായി, ഈ പ്രശ്നം മുഴുവൻ നാട്ടുകാര് അനുഭവിച്ച് മാസങ്ങളോളം അടച്ചുപൂട്ടി ഇരിക്കേണ്ട അവസ്ഥ വന്നു. നമ്മൾ അതിൽ നിന്ന് പുറത്തിറങ്ങിയത് ദൈവം എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലല്ല. നമ്മൾ വാക്സിൻ കണ്ടുപിടിച്ച് അത് ചെയ്തിട്ടല്ലേ? അതെ അതെ അതെ. ഇനി വാക്സിൻ കണ്ടുപിടിച്ചതിന്റെ ആ ചരിത്രം നിങ്ങൾക്കറിയോ? അത് ഞാൻ വായിച്ചിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു മറ്റേ നമ്മളെ സ്പാനിഷ് ഫ്ലൂ വന്ന സമയത്തുള്ള അതല്ലേ? അല്ല, അതായത് സാധാരണ ഒരു വാക്സിൻ നമ്മൾ കണ്ടെത്താൻ വേണ്ടി എടുക്കുന്ന സമയത്തിന്റെ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ആണ് ഈ വാക്സിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളൂ. അതെ അതെ അതെ. അതായത് സാധാരണ ഒരു വാക്സിൻ ഒരു 5-10 വർഷം എടുക്കുന്നിട്ട് ഇത് 18 മാസം കൊണ്ടാണ് വാക്സിൻ റെഡി ആയത്. അതെ 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 അതെ. ഓക്കെ, ആ സംഗതി എങ്ങനെ സാധിച്ചു? അത് മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെന്റ് ആണ് ഈ സംഗതി. അതെ അതെ. ഇനി ഇതേപോലെ ഒരു കോവിഡ് പോലെ ഒരു പാൻഡമിക് ഇങ്ങനെ വന്നാലും, സ്പാനിഷ് ഫ്ലൂ വന്നപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കൊന്നു, കോവിഡ് വന്നപ്പോൾ കോടിക്കണക്കിന് ആളുകളെ കൊന്നു. ഇനിയൊരു അസുഖം ഇതേപോലെ പാൻഡമിക് ആയിട്ട് വന്നാൽ ഇതേപോലെ ആളുകൾ കൊല്ലപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോ അതെ. ദൈവം പരീക്ഷണമായിക്കോട്ടെ ശിക്ഷയായിക്കോട്ടെ, ഇനി ഇതേപോലെ ഒരു പാൻഡമിക് കൊണ്ട് ആളുകളെ കൊല്ലാൻ നോക്കിയാൽ സ്പാനിഷ് ഫ്ലൂവിൽ കൊന്ന പോലെ കോവിഡിൽ കൊന്ന പോലെ പടച്ചോനോ ഏത് കൊണാണ്ട്രം ദൈവമായാലും മനുഷ്യനെ കൊല്ലാൻ സാധിക്കില്ലേ? പരീക്ഷിക്കാൻ പറ്റൂല്ലേ? അത് സംഭവിച്ചിരിക്കും, കാരണം നമ്മൾ അത്ര അഡ്വാൻസ് ആയ സ്ഥിതിക്ക് അത് ഒരിക്കലും നടക്കണ കാര്യമല്ല. പിന്നെ ഈ ദൈവമാണോ ശക്തൻ, വാക്സിനെ മനുഷ്യനാണോ ശക്തൻ? തീർച്ചയായും അത് മനുഷ്യൻ സയന്റിഫിക്കലി വളരുന്നതിനനുസരിച്ചിട്ട് ഈ ദൈവവിശ്വാസം എന്നുള്ള സാധനം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് ഇങ്ങനെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുന്ന, ബുദ്ധിപരമായിട്ട് പലതും സക്സസ്ഫുള്ളി ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ദൈവം എന്തിനാണ് പിന്നാലെ നടന്നിട്ട് ബുദ്ധിമുട്ടിക്കണത്? അത് കറക്റ്റാണ്, അത് കറക്റ്റാണ്. എന്തിനാണ്? വസൂരി കൊണ്ട് വസൂരി ഇവിടെ തന്നു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിട്ടോ ശിക്ഷിക്കാൻ വേണ്ടിട്ടോ. ഇന്ന് വസൂരിയെ മനുഷ്യൻ പേടിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും. ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നു, ഓക്കെ, അതുപോലെ പ്രളയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭൂമി കുലുക്കം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ ഭയപ്പെടുത്താനാണെന്ന് പറയും. ഇടിവെട്ട് ഇടിമിന്നൽ നിങ്ങളെ ഭയപ്പെടുത്താനാണെന്നാ പറയുന്നത്. ഇടിവെട്ടും കേട്ടിട്ട് നമ്മൾ ആരെങ്കിലും ഇന്ന് പേടിക്കാറുണ്ടോ? ഉണ്ടോ? അത് മറ്റേ ഇപ്പൊ മറ്റേ ഇതില് പറയുമല്ലോ, മറ്റേ ഇടിമിന്നലും മറ്റേ മഴയും കട്ടൻ ചായ പരിപ്പോട് അതിന്റെ. അതെ, അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മക്കയില് പോലും അവിടെ ആ ക്ലോക്ക് ടവറിന്റെ മുകളില് ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചിട്ടല്ല അതിന്റെ താഴത്ത് സമാധാനമായിട്ട് അവർ ഇരിക്കുന്നത്. അല്ലാതെ ഇസ്ലാമിയിലെ പ്രാർത്ഥന ഓതിയിട്ടല്ലല്ലോ അവരോട് സമാധാനമായിട്ട് ഇരിക്കുന്നത്. അവർക്ക് അതിന് ധൈര്യം ഉണ്ടോ? ലൈറ്റ്നിങ് അറസ്റ്റർ എടുത്ത് മാറ്റിയിട്ട് അവിടെ അതിന്റെ താഴെ എന്താണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇടിമിന്നലിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുമോ? സാധിക്കില്ല. നിങ്ങൾ ജപ്പാനിലേക്ക് പോവാ, യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലേ? ജപ്പാനിൽ പോയിട്ടുണ്ടോ? ഇല്ല, ജപ്പാനിൽ പോയിട്ടില്ല. അപ്പൊ ജാപ്പനീസ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ഭൂകമ്പത്തെ ഭയക്കുന്നുണ്ടോ? ഇല്ല, തീർച്ചയായും. അത് ഞാൻ ജപ്പാനിൽ പോയിട്ടില്ല എന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ജപ്പാനിൽ, പിന്നെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അത് വളരെ കറക്റ്റാ. ജപ്പാൻ അവര് ഈവൻ സുനാമി ഒക്കെ അവർ ഓവർകം ചെയ്തിട്ട് ജീവിക്കുന്ന അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഭൂകമ്പം എന്ന് ഒരു വശത്ത് പടച്ചോൻ പറയാണ്. ജപ്പാനിലെ ആളുകൾ ഒരു വർഷം 100-ൽ പരം ഭൂകമ്പങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു ഭൂകമ്പമെങ്കിലും അവർ ഫേസ് ചെയ്യാണ്. ഓക്കെ, ആ എർത്ത് ബെൽറ്റിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോ അവർക്ക് ഭൂകമ്പം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അവിടെ ആരും ഭയക്കാറില്ല. അവിടുത്തെ ഇപ്പോ മെട്രോ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കുലുങ്ങുമ്പോ ഓൺ ദ സ്പോട്ട് സ്റ്റക്ക് ആവും. ഭൂമി കുലുങ്ങൽ നിൽക്കുമ്പോ അതങ്ങ് ഓടും, അത്രേ ഉള്ളൂ.
അതിനനുസരിച്ച് അവർ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഭൂമി കുലുങ്ങുമ്പോൾ ഇത് നിന്ന് ആടും. അതിനകത്ത് കൗണ്ടർ വെയിറ്റ് കൊടുത്ത് മറ്റേ പെൻഡുലം സിസ്റ്റം ഒക്കെ എന്തോ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെയാണ് അവർ അതിനൊക്കെ പ്രതിരോധിക്കുന്നത്, പലതും ചെയ്തിട്ട്. ഞാൻ അത് പല ടെക്നോളജീസ് അങ്ങനെ വേൾഡിൽ ഞാൻ പല സ്ഥലത്തും അങ്ങനെ സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ കണ്ടിട്ടുള്ള ഈ സാധനം ഈ ഹോങ്കോങ്ങില് ഒരു പ്രാവശ്യം പോയപ്പോൾ അവിടെ ഈ വലിയ വലിയ ബിൽഡിങ്സ്, ഒരു 40-50 നിലയുള്ള ബിൽഡിങ്സിനൊക്കെ നടുക്ക് ഒരു ഹോൾ പോലെ ഉണ്ടാവും. അപ്പൊ അത് ചോദിച്ചപ്പോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര കാറ്റടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ സാധനം ചെയ്തിട്ടുള്ളത്. അല്ല, പലതും അങ്ങനെ ചെയ്യാം. എഞ്ചിനീയറിംഗ് ഡിസൈൻ അങ്ങനെയാണല്ലോ. അതെ. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഇനി ഏത് ദൈവം ആയിക്കോട്ടെ, ഏത് മൂലയിൽ ഇരിക്കുന്ന ദൈവമാണെങ്കിൽ അത് നമ്മളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാവുമ്പോ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മള് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. അല്ല ഞാന് ഒന്നത്. രണ്ട് മനുഷ്യൻ വേഴ്സസ് ഗോഡ് എന്ന് പറയുന്ന ഫേസ് ടു ഫേസ് പറയുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് മനുഷ്യൻ ജയിക്കുന്നതായിട്ടാണ്. ദൈവം പണി കൊടുക്കുന്ന ആളും മനുഷ്യൻ ആ ദൈവത്തെ ഒതുക്കുന്ന ആളുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പിന്നെ എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനൊക്കെ ഈ നിരീശ്വരവാദി ആകാനുള്ള കുറെ ചിന്തകൾ പോയിട്ടുള്ളതിൽ ഒരു ചിന്തയാണിത്. പ്രധാനപ്പെട്ട ചിന്തകൾ ഇതാണ്. എന്തിനാണ് ഈ ഓൾ ബെനവലന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് മനുഷ്യന് പണി കൊടുക്കുന്നത്? അല്ല, ഞാൻ ആ രീതിയിൽ ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോലെ ഒരാള് വന്ന് സംസാരിക്കാൻ ഞാൻ കേട്ടായിരുന്നു. മീൻസ് എനിക്ക് തോന്നുന്നത് ആരിഫായി അവരോട് സംസാരിക്കുന്നതാണോ അത് അവരിങ്ങോട്ട് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. കേട്ട, അതായത് ദൈവം പിന്നെ എന്തിനാണ് മനുഷ്യർ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവം പിന്നെ എന്തിനാണ് പലരെയും പല മറക്കാരായിട്ടും പല കോലക്കാരായിട്ടും പലരും ചിന്തിച്ചു. അത് ഞാനും ചിന്തി. ഈവൻ എനിക്കൊരു കാര്യം അങ്ങോട്ട് ഇതുപോലെ പറയാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എന്താ പറയാ, ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യരെന്നുള്ള മണ്ണ് കുഴിച്ച് സൃഷ്ടിച്ചതെന്നാണല്ലോ മതം പഠിപ്പിക്കുന്നത്. പക്ഷെ അതിനകത്ത് എനിക്കൊരു ജസ്റ്റ് ഒരു കൗണ്ടർ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആദം നബീനെ സൃഷ്ടിച്ച ദൈവം അവരുടെ മക്കൾ പരമ്പരയായിട്ടാണല്ലോ ബാക്കി എല്ലാവരും വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ലോകത്ത് ഇപ്പം 7 കോണ്ടിനെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് പലരും പല സ്പീഷീസ്, ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും പല സ്പീഷീസ് ഉള്ള ആൾക്കാർ. ഇപ്പൊ ആഫ്രിക്കൻസ് ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻസ് വേറെ രീതിയിലാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. അല്ല, ഞാനത് പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതുപോലെ പല സയന്റിഫിക് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ് ഇപ്പോൾ ഹോമോസാപ്പിയൻസ് പോലെ തന്നെ അതിന് മുന്നത്തെ പല സ്പീഷീസുകൾ ഉണ്ടായിരുന്നു. അവർ തമ്മിലുണ്ടായിരുന്നുള്ള ഒരു ക്രോസ് ഓവറിലാണ് പല ആൾക്കാരുണ്ടായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം അതിനകത്ത് ആഫ്രിക്കൻ ഇതിൽ വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഏഷ്യൻ ഇതിൽ വരുന്ന ആൾക്കാരുണ്ട്. ഒക്കെ പലതും അങ്ങോട്ടും കൊണ്ട് സങ്കര ഇതിലാണല്ലോ പിന്നെ പല ആയിപ്പോയത്. അതായത് ഇന്ന് നിലവിൽ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും ഒറ്റ സ്പീഷീസ് ആണ്, ഹോമോസാപ്പിയൻസ് എന്ന് പറയാം. അത് ഡിഫറെന്റ് സ്പീഷീസ് അല്ല. സ്പീഷീസ് പറയുമ്പോ വേറെ തന്നെയാണ്. ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞാല്, അങ്ങനെ വരുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വാദം അവിടെ ശരിക്കും പൊളിയുന്നുണ്ട്. ഈ മണ്ണ് കുഴച്ചുണ്ടാക്കിയെന്നുള്ള വാദം ശരിക്കും അവിടെ തന്നെ പൊളിയുന്നുണ്ട്. ഈ മണ്ണിൽ കുഴച്ച വാദം എന്ന് പറയുമ്പോ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ് കുഴച്ചാണെന്നല്ലേ പറയുന്നത്? അതെ. അപ്പൊ അവിടുത്തെ കണ്ടീഷൻ എന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ്. അതെ. ഓക്കെ. നമ്മളെ ചോദ്യം ഇതാണ്, ഒരു 100 കോടി വർഷം മുന്നേ ഉള്ള മനുഷ്യനും ഇന്നുള്ള മനുഷ്യനും ഒന്നാണോ? അല്ല. അപ്പൊ അതിന്റെ അർത്ഥം സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അതന്നെ ഞാനും പറയണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു 100 കോടി വർഷം കഴിയുമ്പോ മനുഷ്യൻ എങ്ങനെ ഇരിക്കുക? അതെ, അതും വ്യത്യാസം വരാം, ഇനിയും വ്യത്യാസം വരാം. അതെ. അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. MM അക്ബറെ പോലുള്ള ആളുകൾ പോലും അത് സമ്മതിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ മണ്ണ് കുഴച്ച് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ 100 കോടി വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ മനുഷ്യനെ ആണോ പടച്ചോൻ ഉണ്ടാക്കിയത്, അത് ഇപ്പോൾ ഉള്ള മനുഷ്യനെയാണോ ഉണ്ടാക്കിയത്? അതാണ് എന്റെയും ചോദ്യം. എന്റെ ചോദ്യം ഇപ്പം ഞാൻ പണ്ട് നമ്മള് ഈ ആൻഡ്രൂ സൈമൺസ് എന്നൊരു കളിക്കാറുണ്ടായിരുന്നല്ലോ നമ്മുടെ ഓസ്ട്രേലിയയില്. അയാളെ എപ്പോഴും കുരങ്ങന്റെ ഇതിൽ വിളിച്ചിട്ടാണ് അയാളെ ഒരു അങ്ങനെ ഒരു കളിയാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം അവിടെ ആ ഒരു ഇതിലുണ്ടായിരുന്ന ഒരു ട്രൈബിൽ ജനിച്ച ആളാണല്ലോ അയാൾ.
അപ്പൊ അത് അവിടെ ഇപ്പോൾ ഉള്ള എന്താ പറയാ മനുഷ്യന്മാരെക്കാൾ കുറച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രൈബാണ്. അവര് ഇങ്ങോട്ടേക്ക് ആയി വരുന്നേ ഉള്ളൂ. ഈ അങ്ങനെ അങ്ങനെ ഈ ട്രൈബൽ ആളുകൾ അവര് ആ രൂപത്തിൽ നിന്ന് മാറാത്തതിന്റെ കാരണം നമ്മളെല്ലാവരും ഇതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതെ. ഇപ്പോ നമ്മളുടെ ഇപ്പൊ മലയാളികളെ നമ്മൾ എടുക്കുക, നമ്മളുടെ പഴയ ചിത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്ന രൂപവും ഇന്ന് നമ്മൾ ഇരിക്കുന്ന രൂപവും വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. നമ്മൾ അതെ, ആഫ്രിക്കൻസ് ആയിട്ടാണ് കൂടുതലും ഇതെന്ന് അപ്പൊ ഞാൻ ഈ കേട്ടിട്ടുണ്ട്. ഈ വ്യത്യാസത്തിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ജീൻ പൂള് ഡൈവേഴ്സ് ആണ് കുറച്ചും കൂടി. നമ്മള് അതെ അതെ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഈ എന്താണ് ഇൻബ്രീഡിങ് അല്ല നമ്മൾ നടത്തുന്നത്. ഈ അതെ. ഗോത്രങ്ങൾ ആദിവാസി ഗോത്രങ്ങളിൽ സംഭവിക്കുന്നത് ഇൻബ്രീഡിങ് ആണ് പലപ്പോഴും. അപ്പോ അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല. ഇല്ല. ഓക്കെ. അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം. നമ്മളപ്പോ ക്രോസ് ബ്രീഡിംഗ് ആണ് വരിക. നമ്മളുടെ ഇതിനകത്ത് ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുകയാണ്. അതായത് മറ്റുള്ള ആളുകള് ഈവൻ ഇപ്പോ ഇവിടെ വന്നിട്ടുള്ള ഇൻവേഷൻസ്, ഇപ്പൊ യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇൻവേഷൻസ് നടത്തിയപ്പോഴുണ്ടായതായാലും അതിന് മുന്നേ ഉള്ളതായാലും അങ്ങനെ പല പല ക്രോസ് മിംഗ്ലിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഉണ്ട് തീർച്ചയായും. അതെ. പിന്നെ അറബ് ആയിട്ടുള്ള ആളുകൾ വന്നതിന്റെ, പിന്നെ നോർത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, ഇങ്ങനെല്ലാം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും മലയാളികൾ മൊത്തത്തിൽ എടുത്താലുള്ളതും ഇപ്പൊ നമ്മള് യുപിയിൽ പോയിട്ട് എടുത്താലുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക ഈ എവല്യൂഷനും ഈ നമ്മളുടെ ജനറ്റിക്സും വെച്ചിട്ടേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പടച്ചോന് ഇതിലൊരു പങ്കുമില്ല. ഇല്ല. അത് യൂട്യൂബിൽ തന്നെ ഒരു ചാനലുണ്ട്, ഒരു അനുരാഗ് ടോക്സ് എന്നൊരു ചാനലുണ്ട്. പുള്ളിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന. പുള്ളി ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഒരുപാട് എക്സ്പ്ലനേഷൻസ്, കാരണം നമുക്ക് നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പുള്ളി ഒരുപാട് പറയാറുണ്ട്, ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഞാൻ കുറെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഇൻബ്രീഡിങ്ങും പലപ്പോഴും ഒഴിവാക്കണം. ഈ ആദിവാസികളായിട്ട് നമ്മൾ നിലനിർത്തിയാൽ നമ്മളും ആദിവാസികളും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ പ്രൊനൗൺസ്ഡ് ആവുകയാണ് ചെയ്യുക. അവരെ നാട്ടിലേക്ക് വന്ന് അവർ നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കാൻ അവരെ അനുവദിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ആദിവാസികൾ എന്നുള്ള ലേബലിൽ അവരെ അങ്ങനെ നിലനിന്ന് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഡയറ്റിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അളവും അല്ല ഒരു കാട്ടിൽ വസിക്കുന്ന ആളുകൾ പലപ്പോഴും കഴിക്കുന്നത്. നമ്മളുടെ ഇപ്പൊ സ്കിൻ ആയാലും ഹെയർ ആയാലും അതിനകത്തുള്ള കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് വരുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീന്റെ ക്വാളിറ്റിയാണ്. കാർബോഹൈഡ്രേറ്റ്സ് അല്ല. ഇപ്പൊ അത് പലപ്പോഴും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോ ലോകം മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആളുകളുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വേറൊരു തമാശയുണ്ട്. മുഹമ്മദ് നബി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. അതായത് എന്താണ്, ലോകാവസാനത്തിന്റെ ലക്ഷണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചാണ് ലോകാവസാനം ആകുമ്പോഴേക്കും ആളുകൾ കുള്ളന്മാരായി മാറുന്ന പറഞ്ഞത്. അതായത് ആദം നബി ഭയങ്കര ഹൈറ്റ് ആണ്, പിന്നെ പിന്നെ താഴേക്ക് വരുമ്പോ കുള്ളന്മാരായിട്ട് വരും. ഇതാണ്. എന്നാ നിങ്ങൾ കണക്കെടുത്ത് പരിശോധിക്കൂ, കഴിഞ്ഞൊരു 100 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശി മൊത്തത്തിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 100 വർഷം മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്ന വീടുകളും അവരുടെ വീട്ടിന് റൂമുകളുടെ ഹൈറ്റ്, വാതിൽപ്പടിയുടെ ഹൈറ്റും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വീടുകൾ അവരുടെ വാതിൽപ്പടിയുടെ ഹൈറ്റ് നിങ്ങൾ കമ്പയർ ചെയ്താൽ തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതായത് ഹ്യൂമൻ റേസ് മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തോണ്ട് അതിന്റെ പ്രധാന കാരണം നമ്മൾ പട്ടിണിന്ന് കരകയറുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ റെവല്യൂഷൻ ആണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. പക്ഷെ അതും ഈ ജനറ്റിക് തമ്മിൽ ബന്ധം ശരിക്കുണ്ടോ? ഏത്? അതായത് ഇപ്പം നോർമലി ഒരാളുടെ ഹൈറ്റിന്റെ ഒരു മെയിൻ ഫാക്ടർ അയാളുടെ എന്താ പറയുക ഹെറിഡിറ്ററിയുടെ ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ, ഒരു ഫാക്ടർ ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടണം, ആവശ്യത്തിന് കാൽഷ്യം കിട്ടണം. വളരുന്ന പ്രായത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടേ? അങ്ങനെ ഒരു കണക്ഷൻ ശരിക്കുണ്ടല്ലേ? തീർച്ചയായിട്ടും ന്യൂട്രീഷൻ ആണ് ഇതിനകത്ത് പ്രധാന ഘടകം. എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. എങ്ങനെ ഒരു ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളത് ഈ ഹെറിഡിറ്ററി ആണ് മെയിൻ ഫാക്ടർ എന്നാണ്. ഹെറിഡിറ്ററി ഫാക്ടറാണോ ആണ്, പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയലും കൂടി കിട്ടണ്ടേ? മെറ്റീരിയൽ ഇല്ലാതെ നമ്മൾ പട്ടിണിക്ക് ഇട്ടാൽ ആള് വളരുമോ? നമ്മളവിടെ റിട്ടാർഡഡ് ഗ്രോത്ത്, സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്നാണ് അതിന് പറയാം. മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ കാണാറില്ലേ, കുട്ടികളുടെ ഹൈറ്റ് അളന്നിട്ട് അവരുടെ സ്റ്റേറ്റസ് നമ്മൾ അളക്കുന്നത് കാണാറില്ലേ? ഗ്രോത്ത് പെർസെന്റൈൽസ് നമ്മൾ മാർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ? അപ്പൊ അത് ഏത് രീതിയിൽ അളക്കുന്നത്? അവരുടെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഹൈറ്റ് ആണ് നമ്മൾ അളക്കുന്നത്.
ആ, ആ, അപ്പൊ അത് തിരിച്ചും വരും കോറിലേഷൻ. ഞാൻ ആരിഫ് ഒറ്റ ഒരു കാര്യം കൂടി ജസ്റ്റ് ഞാൻ കുറെ ടൈം എടുക്കുന്നില്ല, ഒറ്റ കാര്യം കൂടി ജസ്റ്റ് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ആരിഫ് നിങ്ങൾ മക്കയിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഓക്കെ. ഞാൻ എനിക്കതിനെപ്പറ്റി ഒരു പോവാനിരുന്നതാണ്. ചെറിയ ഹജ്ജിന് ആ ബുക്ക് ചെയ്തതായിരുന്നു. ഓക്കെ ആദ്യം ബുക്ക് ചെയ്ത സമയത്ത് കിട്ടിയില്ല. രണ്ടാമത് ആ ബുക്ക് ചെയ്തപ്പോ കിട്ടിയ സമയത്ത് എന്തോ പോവാനൊരു തടസ്സം വന്നു. ആ മൂന്നാമത് കിട്ടിയ സമയത്ത് കോവിഡ് വന്നു. അപ്പോഴേക്കും ഞാൻ ഓക്കെ. മതം വിട്ടു. അങ്ങനെ ഞാൻ 4-5 ലക്ഷം രൂപ ലാഭിച്ചു. അല്ല ഞാൻ അതുകൊണ്ടല്ല, അതായത് ഇതിനകത്ത് എനിക്ക് ചെറിയൊരു സംശയം തന്നെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഉംറയോ അങ്ങനെ എന്തെങ്കിലും ഒരു വിസ ഇതായിട്ട് പോവാൻ അവസരം കിട്ടിയാൽ പോവോ? അത് തീർച്ചയായിട്ടും പോകും. അല്ല, എനിക്ക് വേറെ കാര്യമല്ല, എനിക്ക് അങ്ങനെ ഇപ്പം എന്താ പറയാ, ഇതിന് ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ, അതായത് ഈ എനിക്ക് എക്സാക്ട്ലി വെച്ചാല് ഈ നമ്മളെ മക്ക പള്ളിയുടെ ആ, അതായത് ഹറം 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 പള്ളി ഉണ്ടല്ലോ, ആ. ഈ പള്ളിയുടെ അകത്ത് നബിയുടെ ഭാര്യ, അതായത് ഖദീജ ബീയുടെ ഖബറുണ്ട്. ഓ, അതിനകത്ത് ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക ഒരു ഏരിയ ആക്കിയിട്ട് കവർ ചെയ്തിട്ടാണ് ആ ഒരു അവിടെ ഖദീജ ബീയുടെ മാത്രമല്ല വേറെ ആരുടെയൊക്കെയോ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മക്കളുടെ അങ്ങനെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ആ. കവറായിട്ടുണ്ട്. വേറെ ആരുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം ഞാനത് ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് കിട്ടിയില്ല. ഞാൻ ആക്ച്വലി പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഉംറക്ക് പോയിട്ടുണ്ട്. അപ്പം അവിടെ ഇത് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ഈവൻ മര്യാദക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അവിടെ ഈ ഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. നമ്മൾ ഈ ഊത് അത്രയൊക്കെ അല്ലേ, അതേപോലത്തെ സ്മെല്ല് വരും. അത് ആ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. വേറെ എവിടെയും ആ ഒരു സ്മെല്ല് ഞാൻ ആ പള്ളിയുടെ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു സ്മെല്ല് ഞാൻ അന്ന് എൻ്റെ കൂടെ വന്ന നമ്മളെ ഈ ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ, അമീർ. അപ്പോൾ മൂപ്പരടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇതെന്താ അങ്ങനെ സ്മെല്ല് വരുന്നത് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു വെച്ചാൽ അത് നബിയുടെ ഭാര്യയും നബിയുടെ അങ്ങനത്തെ ആ ഒരു ഇതായതുകൊണ്ട് അവിടെ ഒരു പ്രത്യേക സ്മെല്ല് വരും. അതെന്ത് കാരണം എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ. സംഭവം ഞാൻ അനുഭവിച്ചതാണ്. ആ സ്മെല്ല് ഭയങ്കര അടിപൊളി, ഒരു ഊതിന്റെ ഒക്കെ സ്മെല്ല് പോലത്തെ സ്മെല്ല്. പിന്നെ ഈ സ്മെല്ല് എനിക്ക് കിട്ടുന്നത് വെച്ചാൽ മദീന പള്ളിയിൽ പോയപ്പോൾ നബിയുടെ ഖബറുണ്ട്, അവിടെ പോയപ്പോഴാണ് ഈ സ്മെല്ല് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ഈ സ്മെല്ല് എന്താ, അപ്പൊ അത് നബിയുടെ സ്മെല്ലാണ്. ഓക്കെ. അപ്പം എനിക്കൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാല്, എന്റെ മനസ്സിൽ തോന്നിയ അന്ന് തോന്നുന്നത് വെച്ചാൽ അവിടെ അവര് ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്ല ഊതോ എന്തോ പുകക്കുന്നതായിരിക്കാമെന്നാണ് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം. പക്ഷെ എനിക്ക് അവിടെ പറയാൻ പറ്റില്ല, കാരണം കൂടെ ഉള്ളത് എല്ലാവരും വിശ്വാസികളാണ്. അപ്പൊ ഞാനത് ചോദിച്ച സംശയത്തിന് മറുപടി കിട്ടിയതാണ്. അപ്പൊ എനിക്ക് ആരിഫാരുടെ അടുത്ത് ചോദിക്കണത് ഇതിന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ശരിക്കൊരു എക്സ്പ്ലനേഷൻ ശരിക്ക് വേണം. കാരണം ഇത് ഒരു പക്ഷെ ഇനി നമ്മള് ഇപ്പൊ നിങ്ങളുടെയൊക്കെ ചർച്ചകൾ ഇനി ഒരുപാട് പുരോഗതി, ഇപ്പോഴും നിങ്ങൾ ഒരു എന്താ പറയാ ഒരു പരിധിക്കപ്പുറത്തേക്ക് ചർച്ചകളുടെ ഇത് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും നിങ്ങളുടെയും അല്ലെങ്കിൽ ലിയാഖത്ത് ഭായിയുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോഴും വളരെ കുറച്ച് പോയിന്റ്സാണ് കൂടുതലും അതിനകത്ത് കൺഫൈൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയും ചിലപ്പോൾ ഡീപ് 2 കാര്യമാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അനോസ്മിയ എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. മണം നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെയും കൊണ്ട് പോവാ, അയാൾക്ക് ആ മണം കിട്ടുമെന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, എന്നാ നിങ്ങൾ പറയുന്ന അതിനുള്ള ദിവ്യത്വം നമ്മൾ അംഗീകരിക്കും. അല്ല, ഞാൻ അതിനകത്ത് ദിവ്യത്വം കാണുന്നൊന്നുമില്ല. നിങ്ങളല്ല, അവിടെയുള്ള ആളുകൾ പറയുന്ന ഈ ദിവ്യത്വം. ഓക്കെ, അതായത് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവണം ഈ അനോസ്മിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടണം. അപ്പോ അങ്ങനെ കിട്ടിയാൽ നമ്മൾ അംഗീകരിക്കും. അത് കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് തീർച്ചയായും കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ. ഇനി അവരെന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ട് അതൊക്കെ ഈ ആളുകൾ ഇതേപോലെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണി തന്നെയാണിത്. ഇതിലൊന്നും ഒരു സംശയമില്ല. ഒന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനൊരു മണം ഉണ്ടാക്കുന്ന ടെക്നോളജി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴായിരുന്നു അറിയോ? മുഹമ്മദ് അവിടെ മരിച്ചു കിടന്നിട്ട് 3 ദിവസം അവിടെ കുഴിച്ചിടാതിരുന്ന് നാറുന്ന സമയത്തായിരുന്നു. അന്ന് അവിടെ കിടന്ന് നാറുകയായിരുന്നു. അപ്പൊ എന്തേ അന്ന് ഈ മണം വരാഞ്ഞത്?
അല്ല ഇത് 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 നാറാൻ ഇത് ചോദിക്കാൻ നാറാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് സത്യത്തിൽ മുഹമ്മദ് നബി മരിച്ചു എന്ന്. അങ്ങനെ മൂന്നാമത്തെ ദിവസമാണ് കൊണ്ടുപോയി അല്ല കുഴിച്ചിടുന്നത്. സീരിയസ്ലി ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മളെ ഈ മതപണ്ഡിതരെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നബിയുടെ ഇതിനും എന്താ പറയാ വിയർപ്പിനും അതെ, വിസർജ്യത്തിനൊക്കെ വേറെ അത് സ്മെല്ലാണ്, അതിന് കപ്പിയൊക്കെ മുമ്പിൽ വാരി നിൽക്കുന്ന. വിഴുങ്ങരുതെന്നാ പറഞ്ഞത്. അതെ, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര weird കാര്യങ്ങളാണ്. ഞാൻ വിയേഡ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസത്തിൽ ഇതൊന്നും വിയേഡല്ല കേട്ടോ, അതെ. അപ്പൊ അതെല്ലാം വിശ്വാസമാണ്. അതെ, അപ്പൊ ഞാനത് അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള വ്യക്തിയും അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ പുള്ളി പറഞ്ഞു തന്നപ്പോൾ അതും ഇതുമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഇപ്പോ ഒരാൾ മരിച്ച് എത്രയോ വർഷങ്ങൾ, 1500 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത്രയും ഡെപ്ത് ആയിട്ടൊരു സ്മെല്ല് അവിടെ വരണമെങ്കിൽ അത് അവിടെ ക്രിയേറ്റഡ് ആയിരിക്കണം പിന്നല്ല, എന്ന് ക്രിയേറ്റഡ് ആണോ തോന്നിയിട്ടുണ്ട്. അല്ലയോ എന്നുള്ളതിൽ ചോദ്യം പോലും ഇല്ലെന്നേ. അതെ, ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാണ് സംഭവിക്കേണ്ടത്. മരിച്ചവിടെ കിടന്ന് 3 ദിവസം കിടന്നിട്ട് നാറുമ്പോ ഈ സുഗന്ധം വന്നോ ഇല്ലേ? അതെ, അതെ, ആ അതെ. സുഗന്ധം വന്നിരുന്നെങ്കിൽ അവരന്ന് കുഴിച്ചിടുമായിരുന്നോ ഇല്ലേ? അതാണ് ഞാൻ രണ്ടാമത് പറയാൻ വന്ന കാരണം. കാരണം എനിക്ക് ഈ ചോദ്യം, അന്ന് ഞാൻ ഈ ചോദ്യം ചോദിക്കണമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചരിത്രം എനിക്ക് അറിയണമായിരുന്നു. എനിക്ക് ആ അത് അറിയില്ലായിരുന്നു അതെ, സീരിയസ്ലി. നമുക്കിത് അറിയണോണ്ടാണ് നമ്മളിത് പറയണത്. ഞാൻ ആ, ഇത്ര പറഞ്ഞു. ഇപ്പൊ നമ്മളെ വാപ്പ മരിക്കുന്നു. ഉം, വാപ്പാടെ മയ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മണവും വരികയാണെന്ന് വിചാരിക്കാം. നമ്മളാരെങ്കിലും ഉം. കുഴിച്ചിടും? അതെ, 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 കറക്റ്റ്. ഇല്ലല്ലോ. നമ്മളാ മൂലയിലിരുത്തും. വാപ്പാനെ എന്നും കാണുകയും ചെയ്യാൻ നല്ല മണവും കിട്ടും. വെറുതെ അതെ, അതെ, പെർഫ്യൂമിന് പൈസ കളയണം. അതെ, അതെ, അതെ. റൂമിൽ ഈ ഹ്യൂമിഡിഫയർ വെക്കാനും ഇതുപോലെ ഈ റൂം ഫ്രഷ്നർ വെക്കാനും എന്തോരം കാശ് നമ്മൾ കളയണേ. അതെ, അതെ. ഈ ബയോളജിക്കലി നമ്മള് ഒരു ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ശവശരീരം അഴുകുമ്പോ ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കുഴിച്ചിടില്ല. അതെ, അതെ. നമ്മൾ നടക്കുന്നിടത്ത് മുഴുവൻ ശവശരീരങ്ങളായിരിക്കും. അതെ, അതെ, അതെ. അല്ലെ? അറ്റ്ലീസ്റ്റ് അത് മമ്മിഫൈ ചെയ്ത് വെക്കലും ചെയ്യായിരുന്നു. അതുപോലും ചെയ്തില്ല. ചെയ്തില്ല. അപ്പൊ നമ്മളിത് കുഴിച്ചിടുന്നത് എന്തുകൊണ്ടാണ്? ഈ മണം എന്ന് പറയുന്ന സംഗതി അതൊരു സിഗ്നലാണ് ഇതെന്തോ ബാഡ് ആണെന്നുള്ളത്. ഈ സ്മെല്ല്, ടേസ്റ്റ് ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ചില ക്യൂ ഉണ്ട്, ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്നുള്ള വളരെ ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ഒരു സിഗ്നൽ പോലെയാണ് നമ്മൾ അതിനെ കണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് ഹണ്ടർ ഗ്യാദർ ആയിട്ട് നമ്മൾ നടക്കുകയാണ് കാട്ടിലൂടെ. അപ്പൊ പല ചെടികൾ കാണും, പല കായകൾ കാണും. നമ്മളത് പറിച്ചെടുത്ത് നമ്മൾ കടിച്ചു നോക്കും. കടിച്ചു നോക്കുമ്പോ മധുരമാണെങ്കിൽ നമ്മളത് കഴിക്കും. നമ്മളത് കയ്പാണെങ്കിൽ അത് കളയും. ഇത് ഇത് എന്തെങ്കിലും ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മളത് ചെയ്യുന്നത്? അല്ല. നമ്മൾ ചില പൂവെടുത്ത് മണപ്പിച്ച് നോക്കും. നല്ല മണമായിട്ട് നമുക്ക് അനുഭവപ്പെട്ട് നമ്മളത് തലയിൽ വെക്കും. വല്ല ശവന്നാറി പൂവാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് അപ്പൊ നമ്മൾ അവിടെ കാണുന്ന എന്താണ്? ഓക്കെ, നല്ല മണം എന്ന് പറയുന്ന ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് അത് നല്ലതാണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതെന്തിനാണ്? അത് നമുക്ക് ദോഷമില്ല എന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ അന്ന് ഉപയോഗിച്ചത്. ഇങ്ങനെയാണ് നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. കഴിക്കാവുന്ന സാധനങ്ങൾ ഏത്, കഴിക്കാൻ പാടില്ലാത്ത ഏത്, നമുക്ക് ഉപയോഗിക്കാവുന്ന ഏത്, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏത്, ഇങ്ങനെ നമ്മൾ കൺക്ലൂഷൻസിലേക്ക് വരുന്നത് അങ്ങനെയാണ്. അതേപോലെയാണ് ഈ നമ്മളുടെ ശവശരീരങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇത് ഒരു ബാഡ് സ്മെല്ല് വരുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് പലതും വരുന്നു. അത് ഇപ്പൊ പണ്ട് നമ്മൾ പറയാറുണ്ട് ശവം തൊട്ടാ കുളിക്കണം. എന്തിനാ അത് ചെയ്യുന്നത്? അതിനകത്തുള്ള മറ്റേ എന്താ പറയാ, പുറന്തള്ളുന്ന ചില ബാക്ടീരിയാസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, അത് അന്ന് അറിയില്ലല്ലോ. അതെ, അതെ. അപ്പൊ അവർക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്ന എന്താണ്? ശവത്തെ തൊട്ടാ കുളിക്കണം. കുളിച്ചാൽ പ്രശ്നമില്ല, കുളിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഇത്രേ അവർക്ക് അറിയുള്ളൂ. അതെ, അതെ, അതെ. ഓക്കെ, ഇപ്പൊ ഹോമിയോ ഒക്കെ പറയുന്നത് മയാസം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. മയാസ്മ, ബാഡ് എയർ എന്നാണ് അതിന് പറഞ്ഞത്. അസുഖങ്ങൾ ഉണ്ടാകുന്നത് ബാഡ് എയർ കൊണ്ടായിരുന്നു എന്നാണ് അന്നത്തെ കാഴ്ചപ്പാട്. അതിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു ചികിത്സാ രീതിയാണ് ഹോമിയോ എന്ന് പറയുന്നത്. കാരണം അന്ന് ജേം തിയറി ഇല്ല, ബാക്ടീരിയ ഇല്ല, വൈറസ് ഇല്ല. അതിനു മുന്നേ അതിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു അന്തരീക്ഷത്തിൽ എന്തോ ഒരു സാധനം, അതാണ് അസുഖത്തിന് കാരണമാകുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു അന്ന്. പിന്നെയാണ് അത് ബാക്ടീരിയ ആണ്, വൈറസ് ആണെന്നൊക്കെ പിന്നീട് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഹാനിമാനൊക്കെ മരിച്ചുപോയി. അപ്പൊ ഇതൊക്കെ കണ്ട് ജേം തിയറി ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം തൊട്ടാ കുളിക്കണം. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ശവം തൊട്ടാ കുളിക്കണ്ട, നമ്മള് ഹാൻഡ് സാനിറ്റൈസർ കൊണ്ട് കഴുകിയാൽ മതി.
Yes, yes. ഹാൻഡ് റബ്ബല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ 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 ഗ്ലൗസ് ഉപയോഗിക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അതെ അതെ correct. അല്ലാതെ ഇന്ന് ഈ പറയുന്ന ശവം തൊട്ടാ കുളിക്കണം എന്നുള്ളൊരു രീതിയിൽ ഇന്ന് നമുക്ക് ഡോക്ടർമാർക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര തവണ കുളിക്കേണ്ടി വരും? അതെ അതെ. പക്ഷെ ആചാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. അല്ല, അത് ആചാരമാക്കുന്നത് ഇതുകൊണ്ടാണ്. അതെ 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 അത് ആചാരമാക്കിയാലേ ആളുകൾ ചെയ്യൂ, അല്ലെങ്കിൽ അതിനകത്ത് ഒഴിവൊഴിവ് പറയും. അതെ കറക്റ്റ് ആണ്. അതെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ഹാൻഡ് റബ്ബ് ഉപയോഗിക്കുന്നത് ഒരു ആചാരം പോലെ തന്നെയല്ലേ. അതെ അതെ വാഷ് കറക്റ്റ് ബേസിൻ ആണ്. വാഷ് ബേസിന്റെ അവിടെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക് നമ്മൾ അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ആചാരമല്ലേ. അതെ ശരിയാണ്. അപ്പൊ അതെന്തിനാ ചെയ്യുന്നത്? അത് അത് ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് ആ അസെപ്റ്റിക് പ്രിക്കോഷൻ അവിടെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ കഴിയുള്ളൂ. ഉം, ഉം. അത് ഇന്ന് നമ്മൾ അതിനെ ഒരു മെഡിക്കൽ പ്രോട്ടോകോൾ എന്നൊക്കെ വിളിക്കും. ഈ പ്രോട്ടോകോളിനെയാണ് ഈ ആചാരം എന്ന് പറയുന്നത്. അതെ, അന്നുണ്ടാക്കിയ പ്രോട്ടോകോളാണ് ആചാരം. കറക്റ്റ്. അത്രേ ഉള്ളൂ. അതെ നം- പണ്ട് നമ്മുടെ ഇന്ന് നമ്മൾ ഒരു പ്രോട്ടോകോൾ വെക്കുന്നതിന് സയന്റിഫിക് റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം. പണ്ട് അന്ന് മറ്റേ റീസൺ ഒന്നുമില്ല, അന്ന് ഡോഗ്മയാണ്. ആരൊക്കെയോ അതെ പറഞ്ഞു, എന്തൊക്കെയോ ഒബ്സർവ് ചെയ്തു, റാൻഡം ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ എന്തൊക്കെയോ ഗുണമുണ്ടെന്ന് അവർക്ക് തോന്നി. ചിലത് ഗുണമുണ്ട്, ചിലത് ഗുണമില്ല. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ഒരു സാമ്പാർ അവിയൽ പരുവായിരുന്നു പണ്ടത്തെ ആചാരം എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു സാധനം പോലും എവിഡൻസ് ബേസ്ഡ് അല്ലാത്തതില്ല. അതെ. ഓക്കെ. ഇതിനകത്ത് ഞാൻ ഒരു ചെറിയൊരു കോമഡി പോലെ സാധനം പറഞ്ഞുതരാം. പണ്ട് മറ്റേ ഈ കാരണന്മാരൊക്കെ പറയും, വൈകിട്ട് അതിനകത്ത് തിണ്ണയിലിരുന്ന് കാലാട്ടരുതെന്ന് പറയും. നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാനിതുപോലെ ഞങ്ങൾ പഴയ തറവാട്ടിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ തിണ്ണയിരുന്ന് കാലാട്ടിക്കൊണ്ടിരിക്കുക. എന്റെ കസിൻ ഉണ്ട്, അവൻ പറഞ്ഞാടാ തിണ്ണയിരുന്ന് കാലാട്ടാൻ പാടില്ല എന്ന്. കാരണം എന്താ കാലാട്ടിൽ എന്താ പ്രശ്നം? അങ്ങനെ കാരണന്മാരെങ്ങനെയാ പറയാ അത് നല്ലതല്ല എന്ന് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞേടാ നീ ഒരു കാര്യം മനസ്സിലാക്കി, പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ. ഈ മണ്ണെണ്ണ വിളക്ക് കാറ്റ് പിടിച്ച് കെടാതിരിക്കാൻ വേണ്ടിട്ട് തിണ്ണയുടെ സൈഡ് അടിക്ക് കയറ്റി വെക്കും. നമ്മൾ കാലാട്ടി കഴിഞ്ഞത് തട്ടിപ്പോയി ചെറുപ്പം. അപ്പൊ അതിനാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. അല്ലാണ്ട് ഇത് വൈകുന്നേരം കാലാട്ടി വെച്ചാൽ ഒന്നും ഉണ്ടാകാൻ പോലില്ല. അതുപോലെ നഖം മുറിക്കുന്നത് വൈകുന്നേരം മറ്റേ പണ്ട് നഖം മുറിക്കുമ്പോൾ മറ്റേ ഈ മണ്ണവിളക്കിൽ നഖം മുറിച്ച കയ്യോ കാലം മുറിഞ്ഞു കൊണ്ടാക്കിയിട്ടാണ് വൈകുന്നേരം നഖം മുറിക്കരുത് എന്ന് പറഞ്ഞത്. ഇന്നത്തെ കഥ അതല്ലല്ലോ. കത്തിയോണ്ടൊക്കെയാണ് അന്ന് മുറിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനത്തെ ആവശ്യം അതൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതാണ്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള പ്രോട്ടോകോൾ പണ്ടും ഉണ്ട്. അതെ. പക്ഷെ അത് എവിഡൻസ് ബേസ്ഡും അല്ല. ആ കാരണങ്ങൾ ഇന്നില്ല. അതെ അതെ അതാണ് പറഞ്ഞു വന്നത്. അതെ. അപ്പൊ എന്തായാലും അരിഫായി, ഞാൻ സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ കുറേ ദിവസമായി ട്രൈ ചെയ്തോണ്ടിരിക്കും. ഞാൻ ആ വീഡിയോ കണ്ട അന്ന് മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എപ്പോ വിളിച്ചാലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു 8 to 9 അല്ലെങ്കിൽ 5 to 7 ടൈമിലൊക്കെ എപ്പോഴെങ്കിലും വിളിച്ചു നോക്കും. അപ്പൊ ഇന്നിപ്പോ യാദൃശ്ചികമായിട്ട് ഞാൻ ജസ്റ്റ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഫോൺ ഇങ്ങനെ കൈ കിട്ടിയപ്പോ വെറുതെ വിളിച്ചു നോക്കാൻ വെച്ച് വിളിച്ചു നോക്കിയതാ. ഉറക്കത്തിൽ നിന്ന് ഉണർന്നേ ഉള്ളൂ. ഓ ശരി ശരി. എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. വെറുതെ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം, സംസാരിക്കണം എന്ന് കുറച്ച് ആഗ്രഹമുണ്ട്. എന്റെ നമ്പർ അതെ, എന്റെ നമ്പർ ഞാൻ ആക്ച്വലി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാട്സാപ്പ് നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മെയിലും അയച്ചിട്ടുണ്ട് ആക്ച്വലി. അതെ അതെ. അപ്പൊ എനിക്കൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു ഈ ഒരു കാര്യം പറയാതെ എനിക്ക് പറ്റില്ല. കാരണം ഉള്ളിലേക്കൊന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിങ്ങുന്നത് സെയിം ഇഷ്യൂ ഞാനത് ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പൊ അത് അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങളാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം. ഇതുപോലുള്ള തീർച്ചയായും എന്നെ കൊണ്ട് ഇപ്പം ഒരു ആസ് എ ഹ്യൂമൻ നമ്മൾ മതവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യനായി ജീവിക്കാൻ ആർക്ക് എന്തും പറ്റുമെങ്കിൽ ഞാൻ അതിന് എന്തും ചെയ്തു കൊടുക്കും. ഒരു കൂറിയും പ്രതീക്ഷിച്ചല്ല നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നത്. ഒരിക്കലല്ല, ഒരാളെയും പ്രതീക്ഷിച്ച. ഞാൻ ഈവൻ ഇപ്പൊ എന്താ പറയാ, ഇന്നൊരാളെ സഹായിച്ച് നാളെ അയാൾ എന്നെ തിരിച്ചു സഹായിക്കുന്ന പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ഒരാളാണ്. അല്ല, അത് പറഞ്ഞു തന്ന ഈ മതങ്ങൾ പഠിപ്പിക്കുന്നത് സത്യത്തിൽ നന്മയൊന്നുമില്ല, കച്ചവട യുക്തി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ചെയ്താൽ അവിടെ ഇവിടെ ചെയ്യാതിരുന്ന അവിടെ പോയിട്ട് ചെയ്യാം, ഇവിടെ നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പോയാൽ അത് കിട്ടും എന്നൊക്കെ പറയുമ്പോ അത് ഒരു ട്രേഡിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഞാനിപ്പോഴും മതം ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയമായിട്ടും ബിസിനസ്സായിട്ടും മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനത് വായിച്ചത് നമ്മുടെ പുള്ളിയുടെ പേരെന്തായിരുന്നു, ഒരു ഇന്ത്യൻ സന്യാസി ഉണ്ടായിരുന്നല്ലോ, ഓഷോയുടെ ബുക്ക് വളരെ കറക്റ്റ് ആണ്. പുള്ളി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഓഷോയുടെ എല്ലാം ഒന്നും നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അല്ല, ഞാൻ എല്ലാം ഫോളോ ചെയ്യാറില്ല. പക്ഷെ പുള്ളി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മതം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിസിനസ്സാണ്, ബിസിനസ് എന്ന് പറഞ്ഞാൽ അധികാരമാണെന്ന് പറഞ്ഞ പുള്ളി വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ സാധനമാണ്. അത് എവിടെ ഏത് കോണിൽ നോക്കി ഏത് കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാലും വളരെ കറക്റ്റ് ആണ്.
കാരണം ഞാനിപ്പോഴും പറയും, യുദ്ധം എന്ന സാധനം അല്ലെങ്കിൽ മനുഷ്യക്കുരുതി ഇല്ലാതെ ഒരു മതവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ്. അതെ അതെ. അപ്പൊ ഏതായാലും നടക്കട്ടെ. സന്തോഷം വിളിച്ചതിൽ. ഓക്കെ, താങ്ക് യു. എന്റെ നമ്പർ പറ്റുമെങ്കിലും സേവ് ചെയ്യും. എനിക്ക് പറ്റുമെങ്കിലും ഒന്ന് കാണാനുള്ള ഒരു അവസരം പറ്റുമെങ്കിൽ ഉണ്ടാക്കി തരണം എപ്പോഴെങ്കിലും. ഞാൻ നിങ്ങളെ ലൊക്കാലിറ്റി തന്നെയാണ് ആക്ച്വലി. നിങ്ങൾ തൃശ്ശൂരാന്ന് എനിക്കറിയാം. വിഷമമൊക്കെ മാറിയല്ലോ അല്ലെ വിളിച്ചിട്ട് കിട്ടാത്തല്ലേ? പല ആളുകളും പറയാറുണ്ട്, പല ആളുകൾ അവിടെ ഇവിടെയൊക്കെ കമന്റ് ഇടാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നത്. എല്ലാവരോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ ആളുകള് കോൾ വോളി അത്രയാണ്. അപ്പൊ നമുക്ക് ഒഴിവുള്ളപ്പോ സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്ന സമയത്തല്ലേ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായും അതുകൊണ്ട് നമ്മൾ ഫോൺ ഓഫ് ആക്കി വെക്കലാണ്. നമുക്ക് ഒഴിവുള്ളപ്പോ മാത്രം ഓൺ ആക്കി വെക്കാം, അങ്ങനെയാണ്. എപ്പോഴെങ്കിലും കൺസിഡർ ചെയ്യണം, പറ്റുമെങ്കിൽ എനിക്ക് സംസാരിക്കാനോ. കാരണം എനിക്ക് പല കാര്യങ്ങളും നമുക്ക് എന്താ പറയാ, ഞാനും ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും അഡ്രസ് ചെയ്യണ്ടാവും, പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അപ്പൊ വിളിച്ചപ്പോ കിട്ടിയ സ്ഥിതിക്ക് എവിടെയെങ്കിലൊക്കെ പരാതി പറഞ്ഞിട്ട് വിളിച്ചപ്പോ കിട്ടി എന്നും കൂടി ഒന്ന് എഴുതിയേക്ക്. തീർച്ചയായും. ഒരു കാര്യം, ഇന്നലെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഒരു സാധനത്തില്. ഇന്നലെ മറ്റേ ഒരു വീഡിയോയിലൊരു ഇന്നലത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മൗലവി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. മറ്റേ എന്താണ്, മുഹമ്മദ് നബി ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പം തലാഖ് ചൊല്ലിക്കോളെന്ന് പറഞ്ഞ സാധനം ഞാൻ ബസ്സിലിരുന്ന് ചിരിച്ചിട്ട് ഊപ്പാട് വന്നു പറയാലോ. അത് വളരെ മോശമായി പോയിട്ടോ. മുഹമ്മദ് നബിയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെയല്ല, അതൊക്കെ ആള് എനിക്കറിയില്ല, ആളെങ്ങനെയായിരുന്നു എന്തായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഈ പറയുന്ന ആൾക്കൊരു ബോധം വേണ്ടേ, അതാലോചിച്ചിട്ടാണ്, വേറൊന്നുമല്ല. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് നബിയെ കുറിച്ച് നമ്മൾ ഈ ചരിത്ര കിതാബുകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരുന്നതിന്റെ കാരണം, അന്നത്തെ ആളുകൾ അത് എഴുതുമ്പോൾ അത് ഒരു വീരശൂര പരാക്രമി അല്ലെങ്കിൽ ഒരു വലിയൊരു ഫിഗർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഉന്നയിക്കാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ല, അത് ശരിയല്ലേ. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാലേ, ഇത് മഹത്വവൽക്കരിക്കാനാണല്ലോ ഈ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ആൾക്കൊരു ബോധം വേണ്ടേ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റാത്ത കാര്യമാണെന്നുള്ളത് അതാലോചിക്കണ്ടേ. അങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. മുഹമ്മദ് നബിയെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എനിവേ, താങ്ക് യു. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La